ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് വെറും 3 ഇൻഗ്രീഡിയൻസും ഉണ്ട്. പിന്നെ അതുകൂടാതെ ട്രെസ്ലെറ്റ് കേക്കും കൂടി ഒന്ന് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് വരുന്നൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പം നമുക്കിവിടെ ആദ്യം വേണ്ടത് ഒരു ബൗളാണ്, പിന്നെ വേണ്ടത് ഒരു സ്പൂണും, പിന്നെ അതുപോലെ തന്നെ ഒരു വിസ്കും വേണം, പിന്നെ ഒരു നെസ്ലേൻ്റെ മിൽക്ക് മെയ്ഡ്, പിന്നെ അവിടെ എടുത്തിരിക്കുന്നത് ഐസ്ക്രീം പൗഡറാണ് ചോക്ലേറ്റിൻ്റെ. ശരിക്കും വേണ്ടത് കൊക്കോ പൗഡറാണ്, പക്ഷെ നമുക്കിതും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. പിന്നെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം വിവോൻ്റെയാണ്. ഞാൻ ഈ വിപ്പിംഗ് ക്രീം എടുത്തുക്കണം. ഇനി നമുക്കിത് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു 1 to 2 മിനിറ്റ് ഇത് കണ്ടിന്യൂസ്ലി ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി. അടുത്തതായിട്ട് നമുക്ക് ഈ ഐസ്ക്രീം പൗഡർ ഇടാം. അപ്പൊ ഞാനിവിടെ ഒരു സിസർ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഈ പൗഡർ ഒരു 4 ടേബിൾ സ്പൂൺ ഇടാം. ഇനി നമുക്ക് ഇത് നേരത്തെ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മൾ ഐസ്ക്രീം ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമുക്കൊരു 3 അവർ നമുക്ക് ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 3 hours ഫ്രീസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോയാണിത്. അടുത്തതായി ഉണ്ടാക്കാൻ പോണത് ട്രെസ്ലെച്ച് കേക്ക് അഥവാ മെയ്ഡ് കേക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് 2 eggs ആണ്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എഗ്ഗ് ഈ ഒരു ഫോം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേശ്ശെ വേണം ആഡ് ചെയ്യാൻ. ഇവിടെ ഷുഗർ എടുത്ത അതേ അളവിൽ തന്നെയാണ് ആൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുള്ളത്.
അതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സാൾട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് 2-3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ആഡ് ചെയ്യാം. ഇനി ഈ ഒരു ബാറ്റർ നമുക്ക് ബേക്കിംഗ് പാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ഓവനിൽ വെക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് ഞങ്ങൾ ഈ ബാറ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഹോൾ ഉണ്ടാക്കേണ്ട ഒരു ഫോർക്ക് വെച്ചിട്ട്, കാരണം നമ്മൾ മിൽക്ക് ഒഴിക്കണ്ടല്ലോ ഇതിലേക്ക്. അപ്പോൾ കേക്ക് നമ്മൾ മിൽക്ക് സോക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മിൽക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു ഗ്ലാസ് മിൽക്കും പിന്നെ അതുകൂടാതെ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. പിന്നെ നമ്മൾ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ മിൽക്ക് മെയ്ഡ് ഇതിന് ആവശ്യം ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ മിൽക്ക് വരണം. എന്നാലുള്ള നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ബാഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ കേക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ മിൽക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.